Hello friends, welcome to Insignia English. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇഫ് ആണ് ട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇഫ് തന്നെയാണ് പഠിച്ചത്. പക്ഷേ ഫസ്റ്റ് ഇഫ് ക്ലോസ് ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഇഫ് ക്ലോസ് ആണ്. അപ്പോൾ ഇഫ് ക്ലോസുകൾ പഠിക്കുമ്പോൾ ആദ്യം തൊട്ട് തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാത്തിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. നമുക്കറിയാം ഇഫിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ എങ്കിൽ എന്നുള്ളത് പല രീതിയിൽ മലയാളത്തിൽ പറയുമ്പോൾ ആ രീതികളൊക്കെ ഇംഗ്ലീഷിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ഇഫ് ക്ലോസ് ഇതിന് ഓരോ പേര് കൊടുത്ത് വെച്ചിട്ടാണ്. സീറോ ക്ലോസ് ഉണ്ട്, അതേപോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെയുള്ള 4 ടോട്ടൽ ഇഫ് ക്ലോസ് ആണുള്ളത്. നമ്മൾ ഈ ഇഫ് ക്ലോസിൽ എന്താ പഠിക്കുന്നതെന്ന് നോക്കാം. അതിനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഒരു കുട്ടിയുടെ അടുത്ത് അമ്മ പഠിക്കാൻ കുറേ ദിവസമായി പറയണു, എക്സാം വരാറായി, പഠിക്കുക എന്ന് പറഞ്ഞു. കുട്ടി പഠിച്ചില്ല, ഒട്ടും പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ തോറ്റു. അപ്പോൾ ഓട്ടോമാറ്റിക് മാർക്ക് കാണുമ്പോൾ അമ്മ എന്തായിരിക്കും പറയുക? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അമ്മ പറയുക, നീ പഠിച്ചെങ്കിൽ നീ ജയിച്ചേനെ. ഇതായിരിക്കും. അപ്പോൾ നീ പഠിച്ചെങ്കിൽ നീ ജയിച്ചേനെ. സംഭവം കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതാണ് ഓർക്കേണ്ടത് കേട്ടോ. നമുക്കിനി മാറ്റാൻ സമയമൊന്നുമില്ല. അതായത് എന്തെങ്കിലും ഇപ്പോൾ ഇനി ഇരുന്ന് പഠിച്ചാലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സമയം കഴിഞ്ഞു, പരീക്ഷയും കഴിഞ്ഞു, റിസൾട്ടും വന്നു, തോൽക്കുകയും ചെയ്തു. ഇനി ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ക്ലോസ് ഉപയോഗിക്കുന്നത് കേട്ടോ. നീ പഠിച്ചെങ്കിൽ നീ ജയിച്ചേനെ. ആദ്യത്തെ സെൻറ്റൻസ് യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റിലാണ് കേട്ടോ. സെക്കൻഡ് സെൻറ്റൻസ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ഈ സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ടല്ലോ, അതിൽ വില്ലല്ലേ വെക്കുന്നത്, അതിന് പകരം വുഡ് വെച്ച് കഴിഞ്ഞാലാണ് ഈ സെൻറ്റൻസ് കറക്റ്റ് ആവാം. ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ് ദി എക്സാം. നീ പഠിച്ചെങ്കിൽ നീ ജയിച്ചേനെ. നീ അവിടെ പോയിരുന്നെങ്കിൽ നീ അവനെ കണ്ടേനെ. ഇഫ് യു വെന്റ് there you would see him. നീ പൈസ കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് പ്രൊഡക്റ്റ് കിട്ടിയേനെ. ഇഫ് യു ഗേവ് ദ മണി യു വുഡ് ഗെറ്റ് ദ പ്രോഡക്റ്റ്. നീ അന്ന് അത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഡിസ്കൗണ്ട് കിട്ടിയേനെ എന്ന് പറയാണ്. ഇപ്പം നമുക്കറിയാലോ, ഓരോ സീസണിൽ ഡിസ്കൗണ്ട് ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നീ അന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഡിസ്കൗണ്ട് കിട്ടിയേനെ. കാരണം അവൻ അന്ന് ഓർഡർ ചെയ്തുമില്ല, ഡിസ്കൗണ്ട് കിട്ടിയില്ല. പിന്നീട് ആരെങ്കിലും നമ്മൾ ഉപദേശിക്കുന്ന പോലെ ചീത്ത പറയുന്ന പോലെയൊക്കെ പറയുന്നൊരു ഫോമാണ്. ഇഫ് യു ഓർഡേഡ് അറ്റ് ദാറ്റ് ടൈം യു വുഡ് ഗെറ്റ് ദ ഡിസ്കൗണ്ട്. നിനക്ക് ഡിസ്കൗണ്ട് കിട്ടിയേനെ. നീ മെയിൽ അയച്ചിരുന്നെങ്കിൽ നിനക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയേനെ. നീ ആ മെയിൽ അയക്കാൻ പറഞ്ഞിരുന്നതല്ലേ, അപ്പോൾ അയച്ചിരുന്നെങ്കിൽ അവർ അയച്ചു തന്നേനെ, ആ പ്രൊഡക്റ്റ് അയച്ചു തന്നേനെ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഇഫ് യു സെൻഡ് ദ മെയിൽ, സെക്കൻഡ് ഫോം ഉണ്ടല്ലോ, ടി ആണ് കേട്ടോ, സെൻഡിന് ടി ആണ് വരുന്നത്. ഇഫ് യു സെൻഡ് ദ മെയിൽ യു വുഡ് ഗെറ്റ് ദ പ്രോഡക്റ്റ്. നീ എക്സാം എഴുതിയിരുന്നെങ്കിൽ നിനക്ക് ആ ജോലി കിട്ടിയേനെ. ഇതാദ്യം നോക്കാം. ഇഫ് യു റോട്ട് ദ എക്സാം യു വുഡ് ഗെറ്റ് ദ ജോബ്. നീ എക്സാം എഴുതിയിരുന്നെങ്കിൽ, ഇപ്പോൾ PSC എക്സാമൊക്കെ ആണെങ്കിൽ അതുപോലെ എന്തെങ്കിലും എക്സാം എഴുതിയിരുന്നെങ്കിൽ നിനക്ക് ജോലി കിട്ടിയേനെ. ഇഫ് യു അറ്റൻഡ് ദ ഇൻ്റർവ്യൂ യു വുഡ് ഗെറ്റ് ദ ജോബ്. നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ജോലി കിട്ടിയേനെ. അതായത് ഇനിയിപ്പോൾ ഒരു മാറ്റം വരുത്താനൊന്നും പറ്റില്ല. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു പോയി, ജോലിയും കിട്ടിയില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഉപദേശിക്കുന്ന പോലെയോ ചീത്ത പറയുന്ന പോലെയൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. നമുക്ക് പലപ്പോഴും ഇത് പറയേണ്ടി വരും. കാരണം ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഫലം ഇന്നത് കിട്ടിയേനെ എന്നുള്ള രീതിയാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഇഫ് ക്ലോസ് 3യും വരുന്നത് കേട്ടോ. തേർഡ് ഇഫ് ക്ലോസും ഇതുപോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ അത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡിൽ നമുക്ക് പറയാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോമാണ്. നമ്മൾ രണ്ടാം സെൻറ്റൻസ് കണ്ടില്ലേ, യു വുഡ് പാസ് ദി എക്സാം. വുഡ് എന്നൊക്കെ പറയുന്നത് ഒരു മോഡൽ ഓക്സിലറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കും വെക്കുക കേട്ടോ. വുഡ് കഴിഞ്ഞാൽ പാസ്ഡ് എന്നൊന്നും വെക്കേണ്ട, വുഡ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോം തന്നെയായിരിക്കും വെക്കുന്നുണ്ടാവുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിന് അതിനെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷെ നമ്മൾ പെട്ടെന്ന് മറന്നുപോയി ആ വ്യക്തിയുടെ അടുത്ത് ചോദിക്കാൻ. എന്നിട്ട് നമ്മൾ പോയി ആ സാധനം വാങ്ങിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അതിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന്. ഇപ്പോൾ വണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഡിവൈസ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പറയാണ്, നീ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയണ്ടേ, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നേനെ എന്നാണ് പറയുന്നത് കേട്ടോ. നീ എൻ്റെ അടുത്ത് പറയണ്ടേന്നല്ല നമ്മളിപ്പോൾ പറയുന്നത്, നീ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ. ഇഫ് യു ആസ്ക്ഡ് മീ ഐ വുഡ് tell you about that, അല്ലെങ്കിൽ about that device, അല്ലെങ്കിൽ about that bike, അല്ലെങ്കിൽ that vehicle. If you practiced well you would speak English fluently.
നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഈ വ്യക്തി പ്രാക്ടീസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി പറയാണ്, നീ അന്ന് അസൈൻമെൻറ്റ് വെച്ചിരുന്നെങ്കിൽ നിനക്ക് ഇൻറ്റേർണൽ മാർക്ക് കിട്ടിയേനെ. നീ അന്ന് വെക്കാത്ത കാരണമാണ് ഇൻറ്റേർണൽ മാർക്ക് ഇല്ലാതിരുന്നത്. ഇഫ് യു സബ്മിറ്റഡ് ദ അസൈൻമെൻറ്റ് അറ്റ് ദാറ്റ് ടൈം യു വുഡ് ഗെറ്റ് ഇൻറ്റേർണൽ മാർക്ക്. അപ്പോൾ ഇതാണ് സെൻറ്റൻസുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് നല്ല സിമ്പിളല്ലേ, നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം നമ്മൾ സിമ്പിൾ പാസ്റ്റിലും മറ്റ് സിമ്പിൾ ഫ്യൂച്ചറല്ല, ഫ്യൂച്ചറിൽ വില്ലല്ലേ, ആ വില്ല് കളഞ്ഞിട്ട് വുഡ് വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് കറക്റ്റ് ആവും. നമുക്ക് നന്നായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വല്ലവർക്കും പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കാം കേട്ടോ.